നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 കുംഭമാസത്തിൽ കാർത്തികം മുതൽ ചിത്തിര വരെയുള്ള, അതായത് ഇടവൻ രാശി മുതൽ കന്നി രാശി വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ആദ്യമായി ഇടവൻ രാശി. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. കുംഭമാസത്തിൽ സൂര്യൻ ഇടവൻ രാശിയുടെ 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10ാം ഭാവം സൂര്യന് അനുകൂല ഭാവമാണ്. 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ആരോഗ്യവും അധികാരപ്രാപ്തിയും അഭീഷ്ടലാഭവും ബന്ധുസമാഗമവും നൽകുന്നു. ധനലാഭവും കീർത്തിയും നൽകും. 10ാം ഭാവാധിപനായ ശനി രാജയോഗപ്രദനായി 10ൽ തന്നെ നിൽക്കുന്നു. 4ാം ഭാവാധിപനായ രവിയും 5ാം ഭാവാധിപനായ ബുധനും യോഗം ചെയ്ത് നിപുണയോഗം നിർമ്മിച്ചാണ് 10ൽ നിൽക്കുന്നത്. ഇത് കർമ്മരംഗത്ത് ഉയർച്ചയും കൂടാതെ 4-5 ഭാവങ്ങൾക്ക് പുഷ്ടിയും ഉണ്ടാക്കുന്നു. തൊഴിൽ രംഗം ഈ മാസം മുഴുവൻ ഉണർവും ഉന്മേഷവും ഉള്ളതായി ഭവിക്കും. പദവികളും പ്രശംസകളും ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും. കൂടാതെ കുടുംബസുഖവും ധനലാഭവും ലഭിക്കുന്നു. 7ാം ഭാവാധിപനായ കുജൻ 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. വക്രാവസ്ഥയിൽ നിൽക്കുന്ന ചൊവ്വ വക്രാവസ്ഥ കഴിഞ്ഞാൽ കൂടുതൽ നല്ല ഫലങ്ങൾ നൽകും. ബിസിനസ്സുകാർക്ക് വരുമാനം വർദ്ധിക്കുന്ന സമയമാണ്. വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് നടത്താനുള്ള അവസരം ലഭിക്കും. ദമ്പതികൾക്ക് സമയം മെച്ചമായിരിക്കും. 5ാം ഭാവാധിപനായ ബുധൻ 10ാം ഭാവത്തിൽ നിപുണയോഗം നിർമ്മിച്ചു നിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനം വളരെ ഉന്നതിയിലെത്തും. പരിശ്രമിച്ച് പഠിക്കുന്നവർക്ക് പദവികളും പ്രശംസകളും പ്രതീക്ഷിക്കാം. ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങളും ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മെച്ചപ്പെട്ട സമയമാണ് കുംഭമാസം. പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ്. ജന്മത്തിലെ ഗുരു വലിയ ഗുണഫലങ്ങൾ നൽകുന്നില്ല എങ്കിലും 7ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ദമ്പതികൾക്ക് അനുഗ്രഹം നൽകുന്നു. ബിസിനസ്സുകാർക്കും ഗുണഫലങ്ങൾ നൽകും. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കും. 2 നിൽക്കുന്ന കുജൻ ശാരീരിക വിഷമങ്ങളും ധനച്ചിലവുകളും ഉണ്ടാക്കും. മനപ്രയാസങ്ങളും കാര്യങ്ങളിൽ പരാജയവും ഉണ്ടാകാം. ദുർജന സംസർഗത്തിന് പോകരുത്. ആർക്കും കട കൊടുക്കരുത്. തിരികെ ലഭിക്കുകയില്ല. ധനം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. 5ലെ ശിഖിയെ ഗുരു വീക്ഷിക്കുന്നുണ്ട്. ശിഖിയുടെ ദോഷഫലങ്ങൾ ഗുരു അങ്ങനെ ശമനം ചെയ്യും. 2ാം ഭാവാധിപനായ ബുധൻ 10ഉം 11ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളിലും ബുധന് അനുകൂല ഭാവങ്ങളാണ്. പുതിയ സ്ഥാനമാനങ്ങളും ശത്രുപരാജയവും ആരോഗ്യവും സുഖവും പ്രശംസയും ബന്ധുസ്നേഹവുമാണ് മേൽപ്പറഞ്ഞ ഭാവങ്ങളിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ. ഫെബ്രുവരി 27-ന് ബുധൻ മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നു. ബുധന് മീനൻ രാശി നീചക്ഷേത്രമാണ്. പക്ഷേ ബുധൻ മീനത്തിൽ നീചഭംഗ രാജയോഗം നിർമ്മിച്ചാണ് നിൽക്കുന്നത്. കൂടെ മാളവ്യ യോഗം നിർമ്മിച്ച് നിൽക്കുന്ന ശുക്രനുമുണ്ട്. അങ്ങനെ കുംഭൻ രാശിയുടെ 11ാം ഭാവത്തിൽ ബുധ-ശുക്ര ദിഗ്രഹയോഗം നടക്കുന്നു. ഇത് സാമ്പത്തിക നേട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. ജന്മരാശിയാധിപനായ ശുക്രനും 2ാം ഭാവാധിപനായ ബുധനും ചേർന്നാണ് ഈ യോഗം നിർമ്മിക്കുന്നത്. ഇത് സൗന്ദര്യവും ആരോഗ്യവും കൂട്ടും. ഗായകർക്കും നീതിശാസ്ത്രജ്ഞന്മാർക്കും കീർത്തി ലഭിക്കുന്ന സമയം കൂടിയാണ്. 11ലെ ശുക്രൻ പ്രതാപവും കാര്യവിജയവും ധനാഗമവും നൽകുന്നു. 11ലെ സർപ്പനും ധനവരവിനെയാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ ശനി, ഗുരു, കുജൻ, ശിഖി എന്നീ ഗ്രഹങ്ങളാണ് കുറച്ച് പ്രതികൂലത കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടക ശനി നടക്കുന്ന സമയമാണ്. പക്ഷേ സ്വക്ഷേത്രവാനായ ശനി വലിയ ഉപദ്രവമൊന്നും ചെയ്യുകയില്ല. ആയതിനാൽ ദോഷപരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇഷ്ടവഴിപാടുകൾ നടത്തുക. അടുത്തതായി മിഥുനൻ രാശി. മകയിരമര, തിരുവാതിര, പുണർതം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. മിഥുനൻ രാശിയുടെ 9ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ കുംഭമാസത്തിൽ സഞ്ചരിക്കുന്നത്. 9ാം ഭാവം സൂര്യന് അനുകൂലമല്ല. ഭാഗ്യഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്ന സമയം അപവാദം കേൾക്കാൻ ഇടവരും. അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാകാം, ശ്രദ്ധിക്കണം. ബന്ധുവിരഹം ഉണ്ടാകാം. ശത്രുക്കളോടുള്ള വൈരാഗ്യം കൂടാതിരിക്കാൻ ശ്രമിക്കണം. 10ാം ഭാവാധിപനായ ഗുരു 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൊഴിൽ സ്ഥലത്ത് സുഖകരമായ ഒരന്തരീക്ഷം അല്ലായിരിക്കും. മേധാവിയുടെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കാൻ ശ്രമിക്കണം. യാത്രകൾ കൂടുതലായി ഉണ്ടാകും.
പക്ഷേ ഉച്ചസ്ഥനായ 10-ലെ ശുക്രൻ സുഖവും കീർത്തിയും നൽകും. സർക്കാർ ജോലിക്കാർക്ക് ഉന്നതിയുണ്ടാകും. ജൗളി കച്ചവടക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. 7-ാം ഭാവാധിപനായ ഗുരു 12-ലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിസിനസ്സുകാർക്കും വളരെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ്. അധിക ചിലവുകൾ വരും. വിദേശ ബിസിനസ്സുകാർക്ക് പ്രശ്നമുണ്ടാകുകയില്ല. തൊഴിൽ സ്ഥലത്ത് കീഴ് ജീവനക്കാരെ ശ്രദ്ധിക്കണം. അതുപോലെ ബിസിനസ് പങ്കാളികളെയും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 5-ാം ഭാവാധിപനായ ശുക്രൻ 10-ൽ ഉച്ചസ്ഥനാണ്. കുട്ടികൾ പഠന മികവ് കാണിക്കുന്ന അവസരമാണ്. ഈ സമയത്ത് കുട്ടികൾക്ക് പഠന വിജയവും പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും. ഗവേഷണ പഠനം നടത്തുന്നവർക്ക് പഠനം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയും. പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വ ശരീരത്തിൽ മുറിവ്, ചതവ് എന്നിവ ഉണ്ടാക്കാം. ശത്രുക്കളുടെ ശല്യവും ബന്ധുക്കളുടെ വിരഹവും ഉണ്ടാകാം. ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. 4-ലെ ശിഹി ശത്രുത്വവും ദുഃഖവും ഉണ്ടാക്കും. ജന്മരാശ്യാധിപനായ ബുധൻ 8ഉം 9ഉം ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. 8-ൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം വിദ്യ കൊണ്ട് കീർത്തിയും സർവരാലും ആദരവും സാഹിത്യ അഭിരുചിയും വർദ്ധിക്കുന്ന സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന പദവികൾ ലഭിക്കും. എന്നാൽ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ അപവാദം ഉണ്ടാക്കാം. എല്ലാ കാര്യങ്ങളിലും തടസ്സവും മാനസിക ദുഃഖവും നൽകുന്നു. 9-ൽ ശനി ദുഃഖവും രോഗവുമാണ് നൽകുന്നത്. നല്ല കാര്യങ്ങൾക്ക് തടസ്സവും സൃഷ്ടിക്കുന്നു. എന്നാൽ ഗുരുപ്രീതിയും ധർമ്മചിന്തയും ഉണ്ടാകും ഈ സമയത്ത്. 10-ലെ സർപ്പൻ ശത്രുത്വം ഉണ്ടാക്കും. 12-ലെ ഗുരു നല്ല കാര്യങ്ങൾക്ക് ധനവ്യയം ഉണ്ടാക്കും. വസ്തുതർക്കവും കേസുകളും ഉണ്ടാകാതെ സൂക്ഷിക്കുക. വിശ്വാസവഞ്ചന ചെയ്യരുത്. അങ്ങനെ ഗുരു, ചൊവ്വ, ശിഹി, സർപ്പൻ എന്നീ ഗ്രഹങ്ങൾ അനുകൂലരല്ല. ശനിയും അത്ര നല്ല ഫലങ്ങൾ അല്ല നൽകുന്നത്. ആയതിനാൽ ദോഷപരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് നല്ലത്. ഇഷ്ടവഴിപാടുകളും നടത്തുക. എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. അടുത്തതായി കർക്കിടകൻ രാശി. പുണർതങ്ക, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി. കർക്കിടകത്തിൻ്റെ അഷ്ടമഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. 8-ലെ സൂര്യൻ അപമാനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശത്രുക്കളുമായി കലഹം, പത്നീകോപം എന്നിവ ഉണ്ടാകാം. രോഗം, ധനച്ചിലവ്, ഗവൺമെൻറ്റിൽ നിന്ന് അനുകൂലമല്ലാത്ത പ്രവർത്തികൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കർക്കിടകത്തിൻ്റെ 10-ാം ഭാവാധിപനായ കുജൻ 12-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശത്രുക്കളിൽ നിന്നും കർമ്മവിഘ്നം ഉണ്ടാകാതെ സൂക്ഷിക്കുക. സഹപ്രവർത്തകരോട് സഹകരിച്ചു പോകണം. ദൂരദേശത്തേക്ക് ട്രാൻസ്ഫറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനച്ചിലവുകളും ഉണ്ടാകാം. 7-ാം ഭാവാധിപനായ ശനി 8-ാം ഭാവത്തിൽ സ്വക്ഷേത്രവാനായി ബലവാനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ബിസിനസ്സുകാർക്ക് ചിലവുകൾ ശ്രദ്ധിക്കണം. തൊഴിൽ സ്ഥലത്ത് കഠിനാധ്വാനം വേണം. ദമ്പതികൾക്ക് വലിയ കുഴപ്പമില്ല. 5-ാം ഭാവാധിപനായ കുജൻ 12-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വക്രാവസ്ഥയ്ക്ക് ശേഷം കുജൻ കുറച്ചുകൂടി നല്ല ഫലങ്ങൾ നൽകും. പക്ഷേ കുട്ടികൾ പഠനത്തിൽ അലസത കാണിക്കരുത്. ശ്രദ്ധിച്ചു പഠിക്കണം. എങ്കിൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. 3-ലെ ശിഹി ധനലാഭവും സുഖവും നൽകും. 12-ാം ഭാവാധിപനായ ബുധൻ 7ഉം 8ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഫെബ്രുവരി 27 വരെ ബുധൻ പ്രതികൂല ഫലങ്ങൾ 7-ൽ നിന്നുകൊണ്ട് നൽകും. ബന്ധുമിത്രാദികളോട് കലഹം, സുഖഹാനി, സർക്കാർ ഭയം, അനാവശ്യ യാത്രകൾ, ശാരീരിക ക്ലേശങ്ങൾ, ശത്രുത എന്നിവയാണ് ബുധൻ ആ സമയത്ത് നൽകുന്നത്. എന്നാൽ ഫെബ്രുവരി 27-ന് ശേഷം 8-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ബുധൻ പ്രതാപവും പ്രസിദ്ധിയും സർവരാലും ആദരവും നൽകും. വ്യാപാരത്തിൽ നിന്നും ധനവരവ് കൂടും. വിദ്യ കൊണ്ട് കീർത്തി ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അഷ്ടമശനിയുടെ സമയമാണ്. 2025 മാർച്ച് 29 വരെ അഷ്ടമശനി നിലനിൽക്കും. എല്ലാ കാര്യങ്ങളിലും തടസ്സവും ദ്രവ്യാദികൾക്ക് നാശവും ചിട്ടയില്ലാത്ത ജീവിതവും സന്താന ദുഃഖങ്ങളും രോഗങ്ങളുമാണ് 8-ലെ ശനി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശനി ബലവാനായതിനാൽ ദോഷങ്ങൾക്ക് കുറച്ച് കുറവുണ്ടാകും. 9-ൽ ശുക്രൻ ഉച്ചസ്ഥനാണ്. 4ഉം 11ഉം ഭാവാധിപൻ കൂടിയായ ശുക്രൻ കുടുംബസുഖവും വസ്ത്രാഭരണാദി ലാഭവും അഭീഷ്ടലാഭവും ആരോഗ്യപ്രാപ്തിയും നൽകുന്നു. 9-ലെ സർപ്പൻ മോശമായ പ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. ശ്രദ്ധിക്കണം. 11-ലെ ഗുരു
സർവ്വദോഷങ്ങളെയും അകറ്റി ആനന്ദപ്രാപ്തിയും സ്ഥാനലാഭങ്ങളും സന്താനപ്രാപ്തിയും പുതിയ സ്ഥാനമാനങ്ങളും കാര്യവിജയവും നൽകുന്നു. അങ്ങനെ 8-ലെ ശനിയും 12-ലെ ചൊവ്വയും 8-ലെ സൂര്യനും 9-ലെ സർപ്പനും പ്രതികൂലരാണ്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആയതിനാൽ ദോഷപരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്രത്തിൽ പോകുന്നതാണ് ഉത്തമം. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾക്ക് വേണ്ടി അർച്ചന നടത്തുക. എല്ലാ പ്രയാസങ്ങളും മാറും. അടുത്തതായി ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യൻ കുംഭമാസത്തിൽ 7-ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പ്രതികൂല ഭാവമായ 7-ാം ഭാവത്തിലുള്ള സൂര്യൻ സഞ്ചരിക്കുന്ന സമയം വീട്ടുകാരും സ്നേഹിതരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭാര്യാപുത്രാദികൾക്ക് രോഗം, ടെൻഷൻ, കർമ്മവിഘ്നം, പരാജയം, യാത്രാക്ഷീണം, ഉദരരോഗം എന്നിവയുണ്ടാകാം. ചിങ്ങൻ രാശിയുടെ 10-ാം ഭാവാധിപനായ ശുക്രൻ അഷ്ടമഭാവത്തിൽ ഉച്ചസ്ഥനാണ്. അഷ്ടമം ശുക്രന് അനുകൂല ഭാവമാണ്. കർമ്മപുഷ്ടിയും ധനലാഭവും സുഖവൃദ്ധിയും ദുഃഖങ്ങൾക്ക് ശാന്തിയും ശുക്രൻ നൽകുന്നു. കർമ്മരംഗത്ത് കീർത്തിയും പ്രവർത്തനങ്ങൾക്ക് അംഗീകാരവും ലഭിക്കും. ശത്രുക്കളുമായിട്ടുള്ള വ്യവഹാരം പറഞ്ഞു തീർക്കാൻ കഴിയും. 7-ാം ഭാവാധിപനായ ശനി 7-ൽ തന്നെ ശക്തനായി നിൽക്കുന്നു. ഇത് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. 8-ലെ ശുക്രനും ബിസിനസ് പുരോഗതിക്ക് നല്ല പ്രോത്സാഹനം നൽകും. ദമ്പതികൾക്ക് സമയം സാമാന്യം നല്ലതായിരിക്കും. 5-ാം ഭാവാധിപനായ ഗുരു 10-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശുക്രനുമായി പരിവർത്തന യോഗം ചെയ്തു നിൽക്കുന്ന ഗുരു വിദ്യാർത്ഥികൾക്ക് വലിയ അനുഗ്രഹങ്ങളാണ് നൽകുന്നത്. പഠനത്തിൽ കുട്ടികൾ മുൻപന്തിയിലെത്തുന്ന സമയമാണ്. ഉപരിപഠനത്തിന് അനുകൂല സമയം കൂടിയാണ്. പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിഖി മറ്റുള്ളവരോട് മോശമായ വാക്കുകൾ പറയാൻ പ്രേരിപ്പിക്കും. ശ്രദ്ധിക്കണം. ധനച്ചിലവുകളും വരുത്തിവെക്കും. 6-ഉം 7-ഉം ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നല്ല ഫലങ്ങൾ നൽകും. ആ സമയത്ത് കുട്ടികളുടെ പഠനത്തിന് ബുധൻ സഹായിക്കും. 2-ാം പകുതി അത്ര ശോഭനമല്ല. സർപ്പൻ 8-ലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യം സൂക്ഷിക്കണം. 10-ലെ ഗുരു ധനനാശവും വസ്തുനാശവും സന്താന ദുഃഖവും അപവാദവും ആലസ്യവും ഉണ്ടാക്കുന്നു. 11-ലെ ചൊവ്വ ആരോഗ്യവും സന്തോഷവും ഭൂമിലാഭവും ധനലാഭവും നൽകുന്നു. അങ്ങനെ ശനി, ഗുരു, ശിഖി, സർപ്പൻ എന്നീ ഗ്രഹങ്ങൾ പ്രതികൂലരാണ്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തണം. ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തണം. ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തണം. രാഹുകേതുക്കൾക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചനയും നടത്തുക. പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. അടുത്തതായി കന്നിരാശി. ഉത്തരമുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിയുടെ 12-ാം ഭാവാധിപനായ സൂര്യൻ 6-ാം ഭാവത്തിലാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. 6-ാം ഭാവം സൂര്യന് അനുകൂല ഭാവമാണ്. മനസ്സന്തോഷവും കാര്യലാഭവും ശത്രുക്കളുടെ നാശവും രോഗശമനവും ഉണ്ടാകുന്നു. ആഹാര വസ്ത്രാദി ലാഭവും ബഹുമാനവും ലഭിക്കുന്ന സമയമാണ്. 10-ാം ഭാവാധിപനായ ബുധൻ ഫെബ്രുവരി 27 വരെ 10-ാം ഭാവത്തിലും അതിനുശേഷം 11-ാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു. 10-ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം കർമ്മരംഗത്ത് ഉയർച്ചയും ശത്രുക്കളുടെ പരാജയവും വരുമാന വർധനവും ഉണ്ടാകുന്നു. 11-ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയവും ബുധൻ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. ആരോഗ്യവും സുഖവും പ്രശംസയും ബന്ധുസ്നേഹവും ഈ സമയത്ത് ലഭിക്കുന്നു. വരുമാനം കൂടും. 7-ാം ഭാവാധിപനായ ഗുരു 9-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 9-ലെ ഗുരു പുത്രസുഖവും കുടുംബസുഖവും സ്ത്രീയോഗവും ധനലാഭവും നൽകുന്നു. 2025 മെയ് 14 വരെ ഗുരു ഈ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങൾ ഈ സമയത്ത് ലഭിക്കും. വിദേശ ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ കൂടും. ദമ്പതികൾക്ക് സമയം അനുകൂലമാണ്. 7-ലെ സർപ്പൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ അതീവ ശ്രദ്ധ വേണം ഈ കാര്യത്തിൽ. 5-ാം ഭാവാധിപനായ ശനി 6-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനം നല്ലതുപോലെ മുന്നോട്ട് പോകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും സമയം മെച്ചമാണ്. പ്രണയിക്കുന്നവർക്ക് സമയം വളരെ ഭേദമാണ്. 10-ലെ ചൊവ്വ നീതികാര്യങ്ങളിൽ തടസ്സം, രോഗപീഠ, പോഷകാഹാരക്കുറവ്, പരാജയം എന്നിവ സൃഷ്ടിക്കുന്നു.
ജന്മത്തിലെ ശനി രോഗങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുന്നു. 2, 9 ഭാവാധിപനായ ശുക്രൻ 9ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോചരാൽ 9ൽ സഞ്ചരിക്കുന്ന ശുക്രൻ പ്രതികൂലനാണെങ്കിലും ശുക്രൻ ഇവിടെ ആയതിനാൽ നല്ല ഫലങ്ങൾ നൽകും. 6ലെ ശനി കുടുംബസുഖവും ഗ്രഹഭാഗ്യവും ശത്രുജയവും ധനധാന്യാഭിവൃദ്ധിയും നൽകും. അങ്ങനെ ചൊവ്വയും ശിഹിയും സർപ്പനും ഒഴികെയുള്ള എല്ലാ ഗ്രഹങ്ങളും അനുകൂലത നൽകുന്നു. ചൊവ്വയുടെ ദോഷത്തിന് പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക. ശിഹി, സർപ്പൻ എന്നീ ഗ്രഹങ്ങൾക്ക് പരിഹാരമായി ഗണപതി ഹോമവും ആയില്യപൂജയും നടത്തുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.